സുഹൃത്തുക്കളെ, നമുക്കറിയാം തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നതിന്റെ പേരിൽ അമ്മാവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയെ ചോദ്യം ചെയ്തു, അച്ഛനെ ചോദ്യം ചെയ്തു, വീട്ടിലുണ്ടായിരുന്നവരെയൊക്കെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് 4 പേരെ ചോദ്യം ചെയ്ത സമയത്ത് 4 വ്യത്യസ്തമായ മൊഴികളാണ് പോലീസിന് ലഭിച്ചത്. ആയതിനാൽ തന്നെ ഇവരെല്ലാം സംശയത്തിന്റെ നിഴലിലുമാണ്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ബാലരാമപുരത്തെ പോലീസുകാരോടുള്ള അഭിനന്ദനങ്ങളാണ്. കാരണം ഇവർക്കൊരു രാവിലെ കോള് വരുന്നു, കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവർ വീട്ടിലെത്തിയതിനു ശേഷം കിണറ്റിലൊക്കെ പരിശോധിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ജഡം കിണറ്റിൽ കിടക്കുന്നതാണ് അവർ കാണുകയുണ്ടായത്. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് ആദ്യമേ തന്നെ അവര് നിഗമനത്തിലെത്തി, ഇത് കുഞ്ഞെഴഞ്ഞു പോയി അല്ലെങ്കിൽ കുഞ്ഞ് നടന്നുപോയി കിണറ്റിൽ ചാടിയതല്ല, കുഞ്ഞിനെ ആരോ അപായപ്പെടുത്തിയതാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും അവർ പെട്ടെന്ന് തന്നെ അമ്മയും അമ്മാവനെയും ആ വീട്ടിലുള്ള എല്ലാവരെയും സംശയത്തിന്റെ നിഴലിലേക്ക് മാറ്റി നിർത്തുകയും അവരെ ചോദ്യം ചെയ്യുക. അവർക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക്, അതായത് കുഞ്ഞിന്റെ ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ പിടിച്ച് കരയാൻ പോലുള്ള ഒരു അവസ്ഥ കൊടുക്കാൻ, അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ കുറ്റവാളികളെ കണ്ടെത്താൻ സാധിച്ചത്. ഒരു കുടുംബം മുഴുവൻ ആഭിചാര ക്രിയകൾ ചെയ്യുകയും, അതായത്